ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിർണായകമായ കളക്ടറുടെ മൊഴി ഇന്നലെ വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതിനെക്കുറിച്ചാണ് അർജുൻ കല്യാട് സംസാരിച്ചു തുടങ്ങിയത്. ആ മൊഴി എത്രമേൽ പ്രാധാന്യമുള്ളതാണ് അർജുൻ കല്യാട്? തീർച്ചയായിട്ടും ജില്ലാ കളക്ടറുടെ മൊഴി ഈ കാര്യത്തിൽ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിലും ഈ കേസിലും അതീവ നിർണായകമായിട്ടുള്ളതാണ്. കാരണം ഒക്ടോബർ മാസം 14-ാം തീയതി യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം നവീൻ ബാബു ചേംബറിലേക്ക് എത്തി തെറ്റുപറ്റി എന്നുള്ള കാര്യം കളക്ടറോട് പറഞ്ഞിരുന്നു എന്നുള്ള മൊഴി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ കോടതി സമർപ്പിച്ച വേളയിൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ കോടതിയും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ തെറ്റ്? അല്ലെങ്കിൽ സ്വാഭാവികമായും അന്ന് PP ദിവ്യയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചത്, സ്വാഭാവികമായും ഒരാൾ വന്ന് തങ്ങളോട് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ എന്ത് തെറ്റാണ് പറ്റിയതെന്ന് സ്വാഭാവികമായ രീതിയിൽ ചോദിക്കാറില്ലേ? പക്ഷേ കളക്ടർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കളക്ടർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നൽകിയിട്ടുള്ള ഉത്തരം എന്താണ്? അതൊന്നും തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഇല്ല എന്നുള്ളതാണ് അന്ന് പ്രതിഭാഗം പ്രധാനമായും ആക്ഷേപമായി ഉന്നയിച്ചത്. ആ തുടർ വ്യവഹാരങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹർജി നൽകുന്നു. അതിന് പുറമെ ഈ തെളിവുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉൾപ്പെടെ ഹർജി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഹർജികളിലെല്ലാം തന്നെ കളക്ടറുടെ ചില ഇടപെടലുകൾ അത് ദുരൂഹമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കളക്ടർ ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെയുള്ള ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, അതായത് കുടുംബത്തിന് നൽകിയിട്ടുള്ള കത്ത്, അതിനുശേഷം മാധ്യമങ്ങളിലെ പ്രതികരണം, കളക്ടർ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള ഈ മൊഴി, ഇതെല്ലാം തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഒരു വ്യക്തത വരുത്തുക എന്ന് തന്നെയായിരിക്കണം ഈ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. കാരണം കുടുംബം ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൽ വ്യക്തത വരുത്താതെ ഇനി അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് അന്വേഷണ സംഘം ഇങ്ങനെ വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചെന്ന് അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിലുള്ള ACP TK രത്നകുമാറും ടൗൺ SHO ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരിയുമാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി ഈ അന്വേഷണ സംഘം വ്യക്തത വരുത്താൻ വേണ്ടി കളക്ടറോട് മൊഴിയായി അല്ലെങ്കിൽ മൊഴി ചോദിച്ചത് ഈ കാര്യങ്ങളാണ്. അതായത് എന്താണ് തെറ്റുപറ്റി എന്നുള്ളത് ഈ നവീൻ ബാബു പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ആ സംഭാഷണം എന്തൊക്കെയായിരുന്നു? ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ഏകദേശം 5 മിനിറ്റോളം സമയം ഈ ചേംബറിനകത്ത് നവീൻ ബാബു ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ന് വളരെ വ്യക്തമായി ചോദിച്ചറിയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിലെ മൊഴി എന്ന് പറയുന്നത് കളക്ടർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കളക്ടർക്ക് നൽകാനുള്ള വിശദീകരണം അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് പൊതുവെ ഉയർന്ന ആക്ഷേപം. അതായത് കളക്ടർ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് തന്നെ ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയതാണ്, അല്ലാതെ പോലീസ് എന്തെങ്കിലും തരത്തിൽ ചോദിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഈ കളക്ടറിൽ നിന്നും എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കളക്ടർ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിലുള്ള പ്രതികരണം നമുക്ക് തേടാവുന്നതാണ്. തീർച്ചയായിട്ടും കളക്ടർ പ്രതികരിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം അർജുൻ കല്യാട്. കാര്യം ആ മൊഴി എന്താണെന്ന് കളക്ടർ പറയില്ല, അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിലിരിക്കുന്ന വിഷയമായതുകൊണ്ട്. പക്ഷേ കളക്ടർ പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞതിലെല്ലാം പുറത്തു വന്നിട്ടില്ല. അന്ന് PP ദിവ്യയുടെ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ജഡ്ജിയുടെ വിധിന്യായത്തിലുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും നവീൻ ബാബു കളക്ടറോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നതാണ്. ആ കളക്ടറുടെ മൊഴിയാണ് ഇന്ന് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വ്യക്തത യഥാർത്ഥത്തിൽ നവീൻ ബാബുവിനെതിരാണോ എന്നതാണ് കുടുംബത്തിൻ്റെ ഒരു ആശങ്ക. അതുകൊണ്ടാണ് കുടുംബം ഈ തെളിവുകൾ ശേഖരിക്കാനല്ല, നവീൻ ബാബുവിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നീക്കം അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചേർത്ത് വായിക്കണം. അർജുൻ വിജയൻ എന്ന കണ്ണൂരിലെ കളക്ടറുടെ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിലപിടിപ്പുള്ളതും.